വ്യാപാര രംഗത്ത് കോർപ്പറേറ്റ് മുതലാളിമാരുടെ കടന്നുകയറ്റം ചെറുകിട വ്യാപാരികൾക്ക് വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നതെന്ന് സംസ്ഥാന കായിക ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പള്ളിക്കൽ ബസാർ യൂണിറ്റ് സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിൽ വെച്ച് യൂണിറ്റിൽ അംഗമായിരിക്കെ മരണപ്പെട്ട കുടുംബത്തിന് MDDWF എന്ന പദ്ധതിയിലൂടെ സംഘടന നൽകുന്ന 10 ലക്ഷം രൂപയുടെ ധനസഹായം വിതരണം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലോകത്തെമ്പാടുമുള്ള ചെറുകിട കച്ചവടക്കാർ വലിയൊരു ഭീഷണിയിലാണ് എന്നുള്ളത് ഞാനതാണ് ആദ്യത്തിൽ തന്നെ സൂചിപ്പിച്ചത്. കോർപ്പറേറ്റ് മുതലാളിമാരുടെ ഉടമസ്ഥതയിലുള്ള വലിയ വലിയ കമ്പനികൾ ഹോൾഡിംഗ് അവർ തുറക്കുന്ന വലിയ മാർക്കറ്റുകൾ അത് ഓരോ പ്രദേശങ്ങളിലെയും ചെറുകിട വ്യാപാരികളെ നിഷ്പ്രഭമാക്കുക. ഇത് ഇവിടെ മാത്രമുള്ള ഒരു പ്രതിഭാസമല്ല. വിദേശ രാജ്യങ്ങളിൽ തന്നെ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ നടത്തുന്ന ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളും ഇതേപോലെയുള്ള ഭീഷണി നേരിട്ട് വരികയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് GCC രാജ്യങ്ങളിലുള്ള നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ നടത്തുന്ന ധാരാളം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടലിൻ്റെ അവസ്ഥയിലാണ്. പലതും അടച്ചുപൂട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ വലിയ സൂപ്പർ മാർക്കറ്റുകൾ വരുമ്പോൾ അവിടെയുള്ള ചെറുകിട വ്യാപാരികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവുകയാണ്. അതോടൊപ്പം തന്നെ ഓൺലൈൻ വ്യാപാരത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. ഏറ്റവും കൂടുതൽ ടാക്സ് വെട്ടിച്ച് വ്യാപാരം നടത്തുന്ന ഒരു വിഭാഗമാണ് ഓൺലൈൻ വ്യാപാരം. അതും വലിയ രീതിയിൽ ചെറുകിട വ്യാപാരികളെ ബാധിക്കുന്നു. പക്ഷെ അത് ഇപ്പോൾ ഈ ഓൺലൈൻ ബിസിനസ്സിനെ നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ കഴിയുന്നുണ്ട്. കാരണം ടാക്സ് വെട്ടിച്ച് നടത്തുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കണ്ടെത്താനും അതിന് വലിയ തോതിൽ പിഴയിടവെക്കാനും നമുക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യാപാരത്തിന് കുറവ് നല്ല രീതിയിൽ ഇപ്പോൾ വരുന്നുണ്ട്. മറ്റത് ഒരു നികുതിയും കൊടുക്കാതെ അവരെ പൂർണ്ണമായും ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്നും കൊറിയറായി ഇങ്ങോട്ട് കസ്റ്റമർക്ക് ഇത്തരം സാധനങ്ങൾ അയച്ചു കൊടുക്കുക. അപ്പോൾ മറ്റു നഷ്ടമൊന്നുമില്ല. പ്രത്യേകം ഇപ്പോൾ ഒരു വ്യാപാരിയാണെങ്കിൽ അവർക്കൊരു ഷോപ്പ് വേണം, അതിന് ലൈസൻസ് എടുക്കണം, അതിന് വാടക കൊടുക്കണം, അവിടുത്തെ പണിക്കാർക്ക് ശമ്പളം കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞ് വേണം ഒരു വ്യാപാരിക്ക് എന്തെങ്കിലും ഒന്ന് മിച്ചം വെക്കാൻ. പക്ഷേ അന്യ സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഗോഡൌണിൽ കുറേ സാധനങ്ങൾ അവിടെ സ്വരൂപിച്ച് ഈ ഓൺലൈൻ കിട്ടുന്ന ഓർഡറിലൂടെ കൊറിയർ കമ്പനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനം അവിടെ വീട്ടിലെത്തുക. അപ്പോൾ അവർക്ക് മറ്റൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഒരു ടാക്സും അടക്കേണ്ട എന്നുള്ള രീതിയായി. ഇതിനെ നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ ഗവൺമെൻറ് ശ്രമിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വ്യാപാരി വ്യവസായിയുടെ പ്രസിഡന്റ് കുഞ്ഞാവുവാജി അടക്കമുള്ളവർ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലിനെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് അത്തരത്തിൽ ശക്തമായുള്ള നടപടികളിലേക്ക് ഇപ്പോൾ നമ്മുടെ ടാക്സ് വിഭാഗം കടന്നിട്ടുണ്ട്. ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും വ്യാപാരി സമൂഹത്തിന് കൈത്താങ്ങൊരുക്കാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികൾ മാതൃകാപരമാണ്. ഈ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണപ്പെട്ടയാളുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയാണ് ധനസഹായമായി നൽകി വരുന്നത്. ഇത്തരത്തിൽ വലിയൊരു ധനസഹായ പദ്ധതി ആദ്യമായി മലപ്പുറം ജില്ലയിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ മലപ്പുറം ജില്ലാ കമ്മിറ്റിയെ മുക്തകണ്ഠം പ്രശംസിക്കുന്നതോടൊപ്പം കുഞ്ഞാവ് ഹാജിയുടെ നേതൃത്വത്തിലുള്ള ഈ സംഘടനയ്ക്ക് ഇത്തരത്തിലൊരു പദ്ധതി സംസ്ഥാനത്തൊട്ടാകെ വ്യാപിപ്പിക്കാൻ കഴിഞ്ഞത് വ്യാപാരി സമൂഹത്തിന് ഏറെ ആശ്വാസം പകരുന്നതാണെന്നും മന്ത്രി എടുത്തു പറഞ്ഞു. ഈ ഒരു വ്യാപാരി വ്യവസായ സമിതി അവിടെ പുതിയ നിധി രൂപീകരിച്ചുകൊണ്ട് മരണപ്പെട്ടപ്പോൾ റാഫി അവരുടെ കുടുംബത്തിന് പണം കൊടുത്തു. അതേപോലെ ഇപ്പോൾ ജില്ലയിൽ തന്നെ 200-ലധികം ആളുകൾക്ക് ആ ഒരു ധനസഹായം 10 ലക്ഷം രൂപ വരെ കൊടുക്കാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം ചികിത്സാ ധനസഹായം ഇപ്പോൾ ഹൃദയ ശസ്ത്രക്രിയയായും ഇപ്പോൾ കുടുംബത്തിൽ ആർക്കെങ്കിലും നൽകുകയും ഗർഭപാത്രം അടക്കമുള്ള ഏതെങ്കിലും ശസ്ത്രക്രിയ, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ, അതേപോലെ
അവയവം മാറ്റി വെക്കൽ, അങ്ങനെയുള്ള എല്ലാ രോഗങ്ങളും ചികിത്സിക്കാനും ധനസഹായം നൽകാൻ ഇപ്പോൾ സമിതിക്ക് കഴിയുന്നത്. അതൊക്കെ തന്നെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്. ആത്മാർത്ഥമായിട്ടുള്ള ഒരു നേതൃത്വം, ആ നേതൃത്വത്തിൻ്റെ കീഴിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കും. കാരണം മറ്റു താല്പര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഇതിലൊരു അംഗമാണ്. നിങ്ങൾക്കറിയാം, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ അംഗം കൂടിയാണ്. അപ്പോൾ ഈ ഒരു സംവിധാനം അത് മലപ്പുറത്താണ് ആദ്യമായിട്ട് നമ്മൾ ഇത് തുടങ്ങുന്നത്. ഈ ഒരു ധനസഹായം നൽകുന്ന കാര്യം മലപ്പുറത്താണ് നമ്മൾ ആദ്യം ഇത് തുടങ്ങുന്നത്. പിന്നെയാണ് സംസ്ഥാനത്തൊട്ടും അത് വ്യാപിപ്പിച്ചത്. ഇപ്പോൾ മലപ്പുറത്തിൽ തുടങ്ങിയിട്ടുള്ള ഒരു മോഡൽ വ്യാപാരികളെ സംബന്ധിച്ചുള്ള ഏറ്റവും ഗുണകരമാണ്. ഇപ്പോൾ നമ്മുടെ ഒരു ടൈലറായിട്ടാണ് നമ്മുടെ റാഫി ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ അസുഖം, ആ അസുഖത്താൽ വലിയ കുടുംബത്തിനും വലിയ ബാധ്യത ഒക്കെ ഉണ്ടായി. പക്ഷേ ഈ ഒരു കൂട്ടായ്മ നമ്മളെല്ലാവരും ചേർന്നാണ് ഇപ്പോൾ അദ്ദേഹത്തെ നമ്മൾ ആ ഒരു കുടുംബത്തെ ഒരു സഹായം നൽകിയത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസം മാത്രമല്ല, ജീവിതത്തിൽ ഒരു അനിശ്ചിതത്വം നിലനിന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ഒരു സഹായം നൽകുന്നത്. അപ്പോൾ ആ ഒരു അനിശ്ചിതത്വം ഇപ്പോൾ മാറി. അതോടൊപ്പം തന്നെ നമ്മുടെ യൂണിറ്റിൻ്റെയും ജില്ലാ കമ്മിറ്റിയുടെയും ചെറിയ സഹായം ഇതിനോട് ചേർത്ത് നൽകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആ അനിശ്ചയത്തിൽ നിന്ന് അവർക്കൊരു മാറ്റമുണ്ടാകും. വലിയ ബാധ്യത ഉണ്ടായിരുന്നു ബാങ്കിലൊക്കെ. അത് പലർക്കും ഉണ്ടാകുന്നു. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാം റെഡി ക്യാൻസിന് സാധനം കൊടുത്ത് കച്ചവടം ചെയ്യുന്നവരൊന്നുമില്ല. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കച്ചവടം ചെയ്യുന്നവരുണ്ട്, മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിയിട്ട് കച്ചവടം ചെയ്യുന്നവരുണ്ട്, മറ്റുള്ള വലിയ സ്ഥാപനങ്ങളിൽ നിന്നും കടമായി വാങ്ങി ചെയ്യുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ അതായത് കുടുംബങ്ങളുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അപ്പോൾ എന്തെങ്കിലും ഈ കച്ചവടത്തിൽ എടുക്കേണ്ടി വരും. ഇതൊക്കെ സാധാരണയാണ്. അത് തന്നെയുള്ള ഈ കച്ചവടം ടെൻഷനൊക്കെ നമ്മുടെ കച്ചവടക്കാരെ സംബന്ധിച്ചൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഇന്ന് വലിയൊരു ആശ്വാസം നൽകാൻ നമ്മുടെ സമിതിക്ക് കഴിയുന്നത്, നമ്മുടെ കമ്മിറ്റിക്ക് കഴിയുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുടുംബസംഗമം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു. MDDWF-ന്റെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം വിശദീകരിച്ചു. പള്ളിക്കൽ യൂണിറ്റ് അംഗമായ മറീന ജ്വല്ലറി ഉടമ അബ്ദുൾ CK ജലീൽ, ഭാര്യ MD റനീഷ എന്നിവർ അവരുടെ മരണാനന്തരം ലഭിക്കുന്ന 20 ലക്ഷം രൂപ യൂണിറ്റിലെ പാവപ്പെട്ട 20 പേർക്ക് നൽകുന്നതിനുള്ള ഔദ്ധ്യത്വം ജില്ലാ പ്രസിഡന്റിന് കൈമാറി. ജില്ലാ പ്രസിഡന്റായി 25 വർഷം പൂർത്തിയാക്കിയ പി കുഞ്ഞാവു ഹാജി, സംസ്ഥാന വനിതാ വിംഗ് ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റ ജമീല ഇസുദ്ദീൻ, MBBS-ന് പ്രവേശനം നേടിയ യൂണിറ്റ് അംഗത്തിന്റെ മകൻ KV മിഷാൽ, യൂണിറ്റിലെ മുതിർന്ന അംഗമായ T അഹമ്മദ് ഹാജി എന്നിവരെ വേദിയിൽ ആദരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ചാലിൽ ഹംസ ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് PP ബഷീർ, ജില്ലാ സെക്രട്ടറിമാരായ കണിയാടത്ത് ബഷീർ, നാസർ ടെക്നോ, ജില്ലാ യൂത്ത് വിംഗ് പ്രസിഡന്റ് താജുദ്ദീൻ, ഗ്രാമപഞ്ചായത്ത് അംഗം C സുനിത, KP മുസ്തഫ തങ്ങൾ, ഗണേശൻ പച്ചാട്ട്, ഷിജു അരിയല്ലൂർ, പ്രോഗ്രാം കൺവീനർ KP പ്രഹ്ലാദൻ, കൺവീനർ T സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. സംഗമത്തോടനുബന്ധിച്ച് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും സമ്മാനദാനവും നടന്നു. തുടർന്ന് കാലിക്കറ്റ് ബീറ്റ്സിന്റെ ഗാനമേളയും വേദിയിൽ അരങ്ങേറി. ന്യൂസ് പ്രഭാതം, പള്ളിക്കൽ.